ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ദൈവവചനവുമായിട്ട് അല്പസമയം ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 19-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തെ സീനായി മലയിൽ എതിരേൽപ്പാൻ തക്കവണ്ണം ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളിന് അറിവ് കൊടുക്കുകയും മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സീനായി മലയിൽ കയറിപ്പോകുകയും ജനങ്ങൾ സീനായി മലയുടെ അടിവാരത്തിൽ ഒരു അതിർത്തിക്ക് വെളിയിൽ നിന്ന് ദൈവിക മഹത്വം കാണുകയും ചെയ്യുന്ന രംഗമാണ് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ 21-ാമത്തെ വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി. 20-ാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. നാം 21 മുതൽ അതിൻ്റെ 25-ാമത്തെ വാക്യം വരെ നാം വായിക്കുമ്പോൾ കാണുന്നത് വലിയവനായ ദൈവം മോശയോട് വീണ്ടും പറയുകയാണ്, നീ താഴേക്ക് ഇറങ്ങിപ്പോകുക, ജനങ്ങൾ അവരെ തന്നെ വിശുദ്ധന്മാരാക്കി അവരെ തന്നെ ശുദ്ധീകരിച്ച് മലയുടെ അടുക്കലേക്ക് അടുക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം അവർക്ക് ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുകയാണ്. ഇവിടെ നാം കാണുമ്പോൾ മോശ ദൈവത്തിനും ഇസ്രായേൽ മക്കൾക്കും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട്, ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നു. നാം കാണുന്നത് വിത്തൗട്ട് എ മീഡിയേറ്റർ വിത്ത് ഗോഡ് മാൻകൈൻഡ് വിൽ പെറിഷ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യത്തിൽ ഒരു മധ്യസ്ഥൻ ഇല്ല എങ്കിൽ ജനങ്ങൾ നശിച്ചു പോകും. മോശയുടെ ഈ നിർദ്ദേശങ്ങൾ അവർ പാലിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു മധ്യസ്ഥത ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായും അവരും നശിച്ച് പോയേനെ. ഇത് മോശയുടെ ഈ മധ്യസ്ഥത കർത്താവായ യേശു ക്രിസ്തുവിനെ ആണ് കാണിക്കുന്നത്. മനുഷ്യർക്ക് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് പോകുവാനോ ദൈവവുമായി നിരപ്പ് പ്രാപിപ്പാനോ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ വലിയവനായ ദൈവം മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായിട്ട് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മേൽ വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനായി നമ്മുടെ മധ്യത്തിൽ അയച്ചു. ദൈവത്തിൻ്റെ മധ്യസ്ഥത കൊണ്ട്, കർത്താവിൻ്റെ മധ്യസ്ഥത കൊണ്ട് നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും നാം കാണുന്നത് ഗോഡ്സ് മീഡിയേറ്റർ വിൽ ഗോ ഡൗൺ ആൻഡ് കം അപ്പ് എഗെയിൻ. ഇവിടെ മോശ ആ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് കയറിപ്പോകുന്നു, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ളതായ ബന്ധവും വളരെ കർശനമായി കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തിയാണ് ഒരു മധ്യസ്ഥൻ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് നമുക്കറിയാം, ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിനു ശേഷം, രക്ഷണീയ പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്തതിനു ശേഷം താൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇനിയും കർത്താവ് വീണ്ടും നമ്മളെ ചേർക്കുവാൻ തക്കവണ്ണം താഴേക്ക് ഇറങ്ങി വരും. മേഘാരൂഢനായി അവൻ താഴേക്ക് വരും. അതിനുശേഷം നമ്മളെയും കൊണ്ട് അവൻ ആ
വിശുദ്ധ സ്ഥലത്തേക്ക്, സീനായ് മലയിലല്ല, സിയോൻ മലയിൽ, സ്വർഗീയ സിയോനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്കറിയാം, സീനായ് മലയും അതുപോലെ തന്നെ ആ സിയോൻ കുന്നും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സീനായ് മലയിൽ ജനങ്ങൾക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ സിയോൻ പർവ്വതത്തിലേക്ക് വലിയവനായ ദൈവം അവരെ വിളിക്കുകയാണ്. സീനായ് മല ഭയത്തിൻ്റെയും വിറയലിൻ്റെയും അനുഭവമാണ്. എന്നാൽ സിയോൻ അത് ക്ഷമയുടെ, ഫൊർഗീവ്നെസ്സിൻ്റെ അനുഭവം. സീനായ് മല മണലാരുണ്യത്തിലായിരിക്കുന്നു. എന്നാൽ സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ സിറ്റിയാണ്, നഗരമാണ്. സീനായ് മലയിൽ ഭൗമികമായ ശക്തിയും അതുപോലെ തന്നെ ആ ഭയവും ആണ് കാണുന്നത്. എന്നാൽ മൗണ്ട് സിയോൻ അത് സ്വർഗീയമാണ്, ആത്മീയമാണ്. സീനായ് മലയിൽ മോശയ്ക്ക് മാത്രമേ കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. എന്നാൽ സിയോനിൽ എല്ലാ ജനങ്ങൾക്കും കടന്നു ചെല്ലുവാൻ സാധിക്കും. സീനായ് ജനങ്ങളുടെ പാപത്തെയും ജനങ്ങളുടെ ഭയത്തെയുമാണ് കാണിക്കുന്നത്. എന്നാൽ സിയോൻ ഒരു പൂർത്തീകരണത്തെ, പെർഫെക്റ്റ് കാണിക്കുകയാണ് ചെയ്യുന്നത്. സീനായ് മലയിൽ മോശ മധ്യസ്ഥനായിരുന്നു. എന്നാൽ സിയോനിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് മധ്യസ്ഥൻ ആയിരിക്കുന്നത്. സീനായ് മലയിൽ വെച്ച് പഴയ കവനൻ്റ് തന്നു. മൃഗങ്ങളുടെ രക്തവുമായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് പോകണം. എന്നാൽ സിയോനിൽ പുതിയ ആ നിയമമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തവുമായിട്ട് അവൻ്റെ അടുക്കലേക്ക് പോകണം. സീനായ് മലയിൽ ഒരു അതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്തോട്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ സിയോൻ മലയിൽ എല്ലാവരെയും ദൈവം വിളിക്കുകയാണ്. സീനായ് മല എന്ന് പറയുന്നത് നിയമങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. എന്നാൽ സിയോൻ കൃപയുടെ സ്ഥലമാണ്. പ്രിയ വിശ്വാസികളെ, നമ്മുടെ കർത്താവ് സീനായ് മലയിലേക്കല്ല വരുന്നത്, അവൻ സിയോൻ്റെ പ്രതീകമാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ അവസ്ഥ. ഇസ്രായേൽ മക്കൾ വിറയലോടും ഒക്കെയാണ് ആ സീനായ് മലയിലേക്ക് അതിൻ്റെ അടിവാരത്തിൽ ചെന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മധ്യസ്ഥനിലൂടെ നമുക്ക് സിയോനിലേക്ക് സ്വർഗീയ സിയോനിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം വരുവാൻ ഏറ്റവും കാലം അടുത്തിരിക്കുകയാണ്, സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. നാം വിറയലിൻ്റെയും ഭയപ്പെടുന്ന ദൈവത്തെ അല്ല ഇന്ന് നാം കാണുന്നത്. ഇന്ന് നാം സ്നേഹസ്വരൂപനായിരിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ ആത്മീയ കണ്ണുകൾ ഉയർത്തി നാം സ്നേഹസ്വരൂപനായ ദൈവത്തെ കാണുന്നു. എന്നാൽ ഒരിക്കൽ വീണ്ടും അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി വന്നിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ആ കർത്താവ് ഇനിയും ആ സിയോൻ മലയിൽ, ആ സിയോൻ പർവ്വതത്തിൽ, സ്വർഗീയ സിയോനിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവൻ വീണ്ടും മേഘാരൂഢനായി വന്ന് നമ്മെ ചേർത്ത് കൊണ്ടുപോകും. എത്രയോ വലിയ പ്രത്യാശയാണ്, എത്രയോ വലിയ വ്യത്യാസമാണ് ഇസ്രായേൽ മക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എത്രയോ വലിയ വ്യത്യാസമാണ് ഇസ്രായേലിയുടെ മധ്യസ്ഥനായ മോശയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കർത്താവിനും തമ്മിലുള്ളതായ വ്യത്യാസമെന്ന് പറയുന്നത്. നമ്മെ ഇത്രമാത്രം ഉയർത്തിയ ആ കർത്താവിനെ, ഇത്രമാത്രം വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ തന്ന കർത്താവിനെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് വളരെ വളരെ കോൺഫിഡൻസോടുകൂടെ, ആത്മധൈര്യത്തോടുകൂടെ
നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തിയിലുവാണതായ ഒരു പ്രാഗൽഭ്യം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വചന മുഖാന്തരം നമ്മെ അവൻ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.